വയനാടിനൊരു വരത്താങ്, അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷാജിക്ക, എന്താണ് ഈ വയനാടിനൊരു വരത്താങ്? ഇത് സംസ്ഥാന വ്യാപകമായിട്ട് 1000-ഓളം ചിത്രകാരന്മാർ ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കുകയാണ്. അപ്പം നമ്മളുടെ ഈ മുണ്ടക്കൈയിലെയും അതുപോലെ തന്നെ ഈ ചൂരൽമലയിലൊക്കെയുള്ള ആളുകളെ സഹായിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് പ്രശസ്തരാണ് നമ്മളുടെ ഈ പ്രോഗ്രാമുകൾ ഉദ്ഘാടനം ചെയ്യുന്നതൊക്കെ. നമ്മൾ പത്തനംതിട്ടയിൽ വീണ ജോർജാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്, നമ്മളെ ആരോഗ്യമന്ത്രി. അതുപോലെ തന്നെ നമ്മളെ ചീഫ് വിപ്പ് ജയരാജ് സാറാണ് കോട്ടയത്ത്. അതുപോലെ തന്നെ എറണാകുളത്ത് ലോക്നാഥ് ബെഹ്റ മുൻ പോലീസ് മേധാവി. അങ്ങനെ തുടങ്ങിയിട്ട് ഇവിടെ നമ്മളുടെ അസൈനാർ സാറാണ് ബ്ലോക്ക് പ്രസിഡൻറ്റ്. അതുപോലെ ടി കെ രമേശാണ് ആദ്യചിത്രം വിൽപ്പന ചെയ്തത്. നമ്മൾ ഒരാളോട് സഹായിക്കണം എന്ന് പറയുക അല്ലാതെ നമ്മൾ ശരിക്ക് ചെയ്യുന്നത്, നമ്മളിതായിങ്ങനെ വരയ്ക്കുന്നു. നമ്മൾ ഈ വരയ്ക്കുന്ന ഈ ചിത്രങ്ങളെ നമ്മൾ ചെറിയൊരു വിലക്ക് വിൽക്കുന്നു. സാധാരണ പ്രശസ്ത ചിത്രകാരന്മാരാണ് 10,000-നും 20,000-നും 30,000-നും ഒക്കെ വിൽക്കുന്ന ചിത്രങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലോ ഞങ്ങളിവിടെ വളരെ ചെറിയ പൈസക്കാണ് ചിത്രങ്ങൾ വിൽക്കുന്നത്. 500-നും 1000-നും 2000-നും ഒക്കെയാണ് ഞങ്ങൾ ചിത്രങ്ങൾ വിൽക്കുന്നത്. ഇതിലൂടെ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു കൈത്താങ്ങ്, നമ്മളുടെ സഹജീവികളാണ്. ഒരു ദിവസത്തിൽ നമ്മൾ ഉറങ്ങി ഉണർന്നപ്പോൾ അവരെ നമുക്ക് കാണാനില്ല. ആ ലോകമേ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അവിടെ പാകെ തരിശായി കിടക്കുകയാണ്. അപ്പോൾ അത്തരം ആളുകളിൽ ആരെങ്കിലുമൊക്കെ ബാക്കിയായിട്ടുണ്ടെങ്കിൽ അവർക്കൊരു കൈത്താങ്ങ് ചിത്രകാരന്മാരായ ഞങ്ങൾ ഒരു ദിവസത്തെ ഞങ്ങളുടെ വര ഇതിനു വേണ്ടി മാറ്റിവെക്കുകയാണ്. പരമാവധി ആളുകൾ ഈ ചിത്രങ്ങൾ വാങ്ങണം. അതുപോലെ തന്നെ ഈ ഞങ്ങളുടെ ഈ പ്രോഗ്രാമുമായിട്ട് സഹകരിക്കണം. 10 ലക്ഷം രൂപ സമാഹരിക്കാനാണ് ചിത്രകലാ പരിഷത്ത് ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതൽ കണ്ണൂരിൽ നിന്നും കോഴിക്കോട്ടിൽ നിന്നും അതുപോലെ തന്നെ നമ്മളുടെ ഓരോ ജില്ലകളിൽ നിന്നും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് വലിയ ഒരു ചിത്രകാരന്മാർ, 1000-ഓളം കലാകാരന്മാർ രംഗത്തുണ്ട്. വലിയ ആളുകൾ ചിത്രങ്ങൾ, വലിയ കമ്പനികൾ ചിത്രങ്ങൾ വാങ്ങാമെന്ന് ഏറ്റിട്ടുണ്ട്. എന്തായാലും ഇതൊരു വലിയ വിജയമായിരിക്കും. സുൽത്താൻ ബത്തേരിയിലും മുനിസിപ്പാലിറ്റിയുടെ നമ്മളുടെ ഈ സ്വതന്ത്ര മൈതാനി ഇപ്പോൾ വളരെ ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരുപാട് കലാകാരന്മാർ ഇതാ നോക്കൂ വരച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. വ്യാപകമായി മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി ഫണ്ട് ധനശേഖരണാർത്ഥം വയനാടിനൊരു വരത്താങ്ങുന്ന പ്രോഗ്രാം ഉടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ സുൽത്താൻ ബത്തേരിയിലും
നമ്മൾ ഇത് നടത്തുന്നു. വയനാടിൽ ഒരു വരത്താണ് നമ്മുടെ വയനാടിൻ്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഫണ്ട് ശേഖരണാർത്ഥം ഒരുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കേരളം ഒട്ടുക്കും ഇന്ന് നമ്മളുടെ മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ദുരന്ത ബാധിതർക്കായിട്ട് ചിത്രകാരന്മാർ കൈകോർക്കുകയാണ്. ഇന്ന് പല സ്ഥലങ്ങളിലും വലിയ വലിയ വ്യക്തിത്വങ്ങളാണ് നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കലാകാരന്മാർ അവരുടെ കഴിവുകളെ വരച്ച് ആ ചിത്രങ്ങൾ വിറ്റ് 10 ലക്ഷം രൂപ കേരള ചിത്രകലാ പരിഷത്ത് സമാഹരിക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് ഇന്ന്. ഇത് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് പത്തനംതിട്ടയിലും അതുപോലെ തന്നെ കോട്ടയത്ത് നമ്മുടെ ചീഫ് വിപ്പ് നമ്മുടെ ജയരാജ് സാറ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തലങ്ങളിലൊക്കെ ഉള്ള നമ്മുടെ ജനപ്രതിനിധികളൊക്കെ നമ്മുടെ ഈ പരിപാടിയുടെ ഭാഗമായിട്ടുണ്ട്. 1000-ഓളം ചിത്രകാരന്മാർ ഇന്ന് കേരളത്തിൽ നമ്മളുടെ വയനാടിന് വേണ്ടി കൈകോർക്കുകയാണ്. ഇന്നിവിടെ ചിത്രങ്ങൾ നമ്മൾ പരമാവധി വിൽക്കുകയും അതുപോലെ തന്നെ കുറേ ചിത്രകാരന്മാരുടെ ചിത്രം വരയ്ക്കാൻ എത്തുകയും ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷ കേരള ചിത്രകലാ അക്കാദമിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീമതി സതി ടീച്ചർ, അതുപോലെ തന്നെ ഇവിടെ ആദ്യ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ടി കെ രമേശ്, അതുപോലെ തന്നെ അത് വാങ്ങുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള നവാസ്, അതുപോലെ നമുക്കറിയാം ചിത്രകലാ പരിഷത്തിൻ്റെ സംസ്ഥാന ട്രഷറർ ശ്രീ ഷാജി പാമ്പ്ള, അതുപോലെ തന്നെ പ്രകാശ് റച്ചി, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയ സുഹൃത്തുക്കൾ, കേരള ചിത്രകലാ പരിഷത്ത് സംസ്ഥാന വ്യാപകമായി നമ്മുടെ നാട്ടിലുണ്ടായ വലിയൊരു വിപത്ത്, ആ വിപത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടി അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് ചിത്രം വരയ്ക്കാനും ആ വരച്ച ചിത്രം വിൽപ്പന നടത്തി അതിൽ നിന്ന് ലഭ്യമാകുന്ന ഫണ്ട് സമാഹരിച്ചു ഏതാണ്ട് സംസ്ഥാനത്ത് 10 ലക്ഷത്തോളം രൂപ ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നൽകാൻ തീരുമാനിച്ചു. ആ ഒരു ചിന്ത ഏറ്റവും ശ്ലാഘനീയമായ ഒന്നാണ്. എന്തായാലും അവരുടെ ആ നല്ല മനസ്സിനെ സുൽത്താൻ ബത്തേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പേരിൽ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദനങ്ങൾ. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസൈനാർ, ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ നവാസ്, പ്രിയപ്പെട്ട ഷാജേഖൻ, പ്രിയപ്പെട്ട ചിത്രകലാ പരീക്ഷത്തിൻ്റെ പ്രിയപ്പെട്ട ഭാരവാഹികളെ, ഇവിടെ എത്തിയിട്ടുള്ള ആർട്ടിസ്റ്റുമാരെ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, വയനാട് ജില്ലയിൽ ലോകം അറിയപ്പെടുന്ന വലിയൊരു ദുരന്തം നടന്ന സമയത്ത് നമുക്കെല്ലാവർക്കും നമ്മുടെ കൂടപ്പുറപ്പുകൾ പോയ വേദനയിലും അതുപോലെ തന്നെ ബാക്കിയുള്ളവരെ ഒരു നല്ല കൈപിടിച്ച് ഉയർത്താനുള്ള പരിശ്രമത്തിലുമാണ് കേരളം എന്നല്ല, ഇന്ത്യ എന്നല്ല, ലോകമുള്ള മുഴുവൻ ആളുകളും. ഈ ഒരു സാഹചര്യത്തിൽ മുണ്ടക്കൈ ചൂരൽമല സ്ഥലങ്ങളിലെ ഒരു കയ്യൊപ്പ് കൊടുക്കുവാൻ വേണ്ടി ഈ സുൽത്താൻ ബത്തേരിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ചിത്രകലാ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും അഭിനന്ദനങ്ങളും പ്രാർത്ഥനവും നേടിക്കൊണ്ട് ഇക്ര ഹോസ്പിറ്റലിൻ്റെ മുഴുവൻ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടാവുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാവിധർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കേരള ചിത്രകലാ പരിഷത്ത്
സംസ്ഥാന വ്യാപകമായി വയനാടിന് ഒരു വരത്താങ്ങ് എന്ന ക്യാമ്പയിൻ ഇന്ന് നടക്കുകയാണ്. ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും ഇതിൽ നിന്ന് സമാഹരിക്കുന്ന തുക എങ്ങനെ വിനിയോഗിക്കും എന്നതിനെക്കുറിച്ചുമെല്ലാം നമ്മുടെ സംസ്ഥാന ട്രഷറർ വിശദമായി നിങ്ങളോട് പറഞ്ഞു. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഒരു കാഴ്ചക്കാരാകാതെ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് ചിത്രങ്ങൾ വാങ്ങിക്കൊണ്ട് ഈ വലിയൊരു ഉദ്യമത്തിന് ഞങ്ങളോട് സഹകരിക്കണം എന്നുള്ളൊരു അപേക്ഷ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പ്രോഗ്രാമിനെ ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുകയും ഓരോ ചിത്രങ്ങളും സസൂക്ഷ്മം വീക്ഷിക്കുകയും ചെയ്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട അസൈന സാറിന് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമസ്കാരം. കേരള ചിത്രകലാ പരിഷത്ത് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും വെച്ച് നടത്തുന്ന ഒരു ചിത്രവര പ്രദർശനവും ചിത്രം വരയും വിൽപ്പനയും കൂടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇത് വയനാട് ജില്ലയെ പ്രതിനിധീകരിച്ച് സുൽത്താൻ ബത്തേരി സ്വതന്ത്ര മൈതാനിയിലാണ് നടക്കുന്നത്. ഇതിൻ്റെ പ്രധാനമായിട്ട് ഞങ്ങൾ കരുതുന്നത് ചൂരൽമല ദുരന്തത്തിൽ അതിൽപ്പെട്ടുപോയ ആൾക്കാർക്ക് ഒരു സഹായം നൽകുക എന്ന രീതിയിലാണ് കേരളം ഒട്ടാകെ ഇത് നടക്കുന്നത്. എല്ലാത്തിൽ നിന്നുള്ള ഫണ്ട് ശേഖരിച്ച് അത് അവരുടെ ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് നൽകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിനിവിടെ ബത്തേരിയിൽ നിന്ന് ഞങ്ങളെ സംസ്ഥാന ട്രഷററായ ഷാജി പാമ്പ്ള, പിന്നെ വയനാട് ജില്ലാ പ്രസിഡൻറ്റ് ശ്രീമതി സതി ടീച്ചർ, സെക്രട്ടറി ജയപ്രകാശ്, ട്രഷറർ അബ്ദുൾ സലാം എന്നിവരുടെ നേതൃത്വത്തോടു കൂടിയാണ് ഞങ്ങൾ 200ഓളം ചിത്രകലാ പരിഷത്തിൻ്റെ മെമ്പേഴ്സ് ഉണ്ട് വയനാട് ജില്ലയിൽ. എല്ലാവരും വരച്ച ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇനിയും ഇരുന്ന് വരയ്ക്കുന്നുണ്ട്. സ്പോട്ടിൽ വേണമെങ്കിൽ അവർ ഏതെങ്കിലും ചിത്രങ്ങൾ ആവശ്യപ്പെട്ടാലും വരച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായി തന്നെയാണ് എല്ലാ സജ്ജീകരണങ്ങളും കൂടി ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും നമ്മളെ ചൂരൽമല നിവാസികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥനയും എല്ലാവരുടെയും കൂടെ വേണമെന്ന് പറയുകയാണ് ജില്ലാ കമ്മിറ്റി മെമ്പറായ ഭഗീരഥി.